വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണിത്, തേങ്ങായ് തിരട്ടിപ്പാൽ. ഇതിനെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. 1 കപ്പിനടുത്തായിട്ട് ശർക്കര ചീകിയത് ചേർക്കുക. കൂടെ 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. ഈ ശർക്കരയുടെ അഴുക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ചൂടായി വന്നപ്പോഴത്തേന് ഇതാ എല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു അരിപ്പ പാത്രത്തിൽ ഒഴിച്ച് മാറ്റി വയ്ക്കാം. ചൂടാറിക്കോട്ടെ. വീണ്ടും അതേ കടായി വെച്ചിട്ടുണ്ട്. ഇനി 1/4 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് ചേർക്കുക. ഇനി ഇത് ചെറു തീയിലൊന്ന് വറുത്തെടുക്കണം. എല്ലാ പരിപ്പും ഒരുപോലെ വറുത്ത് കിട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പരിപ്പിൻ്റെ ഈ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആകാനായിട്ട് തുടങ്ങും. അതുതന്നെയല്ല, പരിപ്പ് പാകത്തിന് വറുത്ത് വരുമ്പോഴത്തേന് നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. ഇത് പാകത്തിന് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അല്പം ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കോട്ടെ. ഇനി മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. ആദ്യമേ പരിപ്പിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇത് വലിയ ജാറിനകത്ത് കുറച്ച് പരിപ്പ് ഉള്ളത് കാരണം നന്നായിട്ടൊന്നും പൊടിയത്തില്ല, ഒരളവിന് പൊടിഞ്ഞു കിട്ടും. ഇത്രയും പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചേർക്കുക. 1/2 2 ചേർക്കുക. ഇതിൻ്റെ കൂടെ ഒരു 3 4 ഏലക്കായുടെ കുരു ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയൂടെ ചേർക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർക്കുക. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കുക. ഇനി നല്ലവണ്ണം ഒന്ന് അരച്ചുകൊണ്ട് വരണം. ഈ ശർക്കരപ്പാനി പോരെ ഇത് അരയാനായിട്ട് ഞാൻ വീണ്ടും 1/4 കപ്പിൻ്റെ 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താണ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അരയാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് അരയുന്ന വിധം ശർക്കരപ്പാനിയുടെ കൂടെ വെള്ളം കൂടെ ചേർത്ത് അരച്ച് വയ്ക്കുക. വീണ്ടും ചൂട് കട്ടിയുള്ളൊരു കടായി വയ്ക്കുക. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്താണിത്, കനം കുറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. അല്പം കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല. ഇതൊരു 20 സെക്കൻഡ് നേരത്തേനൊന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ഒന്നും ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസോടെ ചേർക്കുക. കശുവണ്ടിപ്പരിപ്പൊന്നും ഒത്തിരി ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആകാൻ തുടങ്ങും, അത്രയും മതിയാകും. ഇതിനെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അതിൻ്റെ നെയ്യ് കുറച്ചുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിക്കുക. ഇനി അരച്ചു വെച്ചിരിക്കുന്നതോടെ ചേർക്കുക. ഇനി തീ ഒരുപാട് കൂട്ടി കൊടുക്കരുത്. കുറഞ്ഞ തീയിലിട്ടുകൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ആ നെയ്യൊന്ന് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി പാല് ചേർക്കുക. 1/4 കപ്പ് മാത്രം പാല് ചേർക്കുക. ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് വെള്ളം വേണേലും ഒഴിക്കാവുന്നതാണ്. ഇനി കുറഞ്ഞ തീ തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നല്ലവണ്ണം വരട്ടിയെടുക്കണം. പിന്നെ ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ ഈ തിരട്ടിപ്പാലിന് നല്ല കളറായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അധികം കളറൊന്നും ഇല്ലാത്ത ശർക്കരയാണ്. പിന്നെ ഇത് പാകമായി വരും തോറും ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്കായി വരും. കുറച്ച് വെള്ളം വറ്റി ഒന്ന് ഉരുണ്ട് വരാൻ തുടങ്ങുമ്പോഴത്തേന് 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിലധികം നെയ്യ് ചേർക്കുന്നില്ല. ഏറെ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ ഏറെ ടേസ്റ്റാണ്. കുറച്ചേ ഞാനിതിൽ ചേർക്കുന്നുള്ളൂ. നല്ലവണ്ണം വരട്ടിയെടുക്കണം. സൈഡൊക്കെ ഒന്ന് വിട്ട് വരും. കുറച്ചൊക്കെ എണ്ണയൊക്കെ സൈഡിൽ ഇങ്ങനെ പുരുപുരാന്ന് വരും. അതുവരെ വരട്ടിയെടുക്കണം. ഒരു 3/4 ഭാഗമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്നതോടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കിയെടുക്കുക.
ഇപ്പം നല്ലവണ്ണം എണ്ണയുടെ ഒരു ഷൈനിങ് ഒക്കെ ഇതിന് വരാൻ തുടങ്ങും. അതുവരെ ഇതുപോലെ വരട്ടിയെടുക്കണം. ഇതിപ്പോൾ വെള്ളപ്പാത്രമായത് കാരണം അത്രയ്ക്ക് ആ എണ്ണയുടെ ഇത് നമുക്ക് ശരിയായിട്ട് കാണാൻ പറ്റില്ല. ഇത് പാകമായി വന്നിട്ടുണ്ട്. നമ്മളിന്ന് കൈ കൊണ്ടൊന്ന് പിടിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടത്തില്ല. ആ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതുവരെ വരട്ടിയെടുക്കണം ഈ ഒരു പരുവത്തിൽ. കുറച്ച് ഷൈനിങ് ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ റെസിപ്പി. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോൾഡിനകത്തോട്ട് ഇട്ടിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നെയ്യ് കൂടുതലൊഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്, അറിയാമല്ലോ. ഒരു സ്പൂൺ കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കണമെന്ന് തോന്നുന്ന നല്ലൊരു സ്വീറ്റാണിത്. ഇനി നിങ്ങൾക്കൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ഒരു റെസിപ്പി ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. കൂടെ തന്നെ ഹൈപ്പ് തരാനും കമൻറ്റ് തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.